ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന മറ്റൊരു കിടുക്കാച്ചി ബെഡ് വാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മൾ കുറേ നാളായി ബെഡ് വാറിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തകർക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നേക്കുന്നത്. മിക്കവാറും പീക്ക് ഇപ്പോൾ അടിച്ചു പോകും ഗൈസ്. നമ്മളിന്നൊരു അടിപൊളി ബെഡ് വാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ പിന്നെ ഞാൻ മാത്രമല്ല ഇന്ന് കളിക്കാനുള്ളത്. ഇത് കണ്ടോ, അതിനെ കണ്ട കുക്കു 28 11 ഇവൻ മണ്ടക്കോട് ആകാശത്തോട്ട് നിൽക്കുന്നുണ്ടോ? ചെറിയ പ്രശ്നമുള്ളതാണ് ഗൈസ്, ഒന്നും വിചാരിക്കണ്ട ഗൈസ്. അപ്പോൾ ഇവനും ഇന്ന് കളിക്കാനുണ്ട്. ഇവൻ എൻ്റെ ബ്രദറാണ് ഗൈസ്. ഇവനും അപ്പോൾ ഇന്ന് കളിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബെഡ് വാർ എന്തായാലും നമുക്ക് കളിക്കാം ഗൈസ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ തമ്പിനിൽ മൊത്തം എഡിറ്റ് ചെയ്തത് ഞാനാണ് ഗൈസ്. ഞാനിത് തന്നെ എഡിറ്റ് ചെയ്തതാണ്. മറ്റേതൊക്കെ നമ്മൾ ഇവിടുന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇമാറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനൊക്കെ വെച്ച് കുറച്ച് ഇതാക്കി എഡിറ്റ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് തമ്പിനേൽ, എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നൊക്കെ പറയണം. നേരത്തേക്കാളും കൊള്ളാവോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയണം കേട്ടോ ഗൈസ്, കമൻറ്റ് ഗൈസ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ബെഡ് വാറിൻ്റെ ഒരു കളി അങ്ങ് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 4v4 അങ്ങ് തുടങ്ങാം ഗൈസ്. ഇവൻ എന്തായാലും പാർട്ടിയിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ മിക്കവാറും വേറെ ഏതെങ്കിലുമൊക്കെ ടീമിലായിരിക്കും ഗൈസ്. അത് നോക്കണം. നമുക്ക് എന്തായാലും ഗൈസ്, എന്തൊരാളാണ്, ഇതൊന്നും വർക്കാകുമോ എന്ന് കാണാം. ഇത് വർക്കാവാൻ ചാൻസ് കുറവാണ് ഗൈസ്, കാരണം മൊത്തത്തിൽ ആളാണ്, മൊത്തം ലാഗ് അടിച്ചിരിക്കുക. കുക്കു 28 ഹലോ, ഇവിടെ വാ, ഞെക്കിക്കോ. ഇവൻ മിക്കവാറും കയറത്തില്ല ഗൈസ്. ഇവന് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താണ് ആവാത്ത ഗൈസ്? പിന്നെ റീബൂട്ടിങ് ഗൈസ്. ഇതെന്തൊരു കഷ്ടമാണ് ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. റീബൂട്ട് അടിക്കുകയാണ് ഗൈസ്. ലോബി സെർവർ റീബൂട്ടിങ്. പിന്നെ റീബൂട്ടായി ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് കയറാം ഗൈസ്. എപ്പോഴേലും ആയാൽ മതിയായിരുന്നു. ഇപ്പോൾ പീക്ക മൊത്തം ലാഗ് അടിച്ചങ്ങിരിക്കും. എന്തുവാന്നൊന്നും അറിയത്തില്ല, മൊത്തത്തെ അടിച്ചു പോയെന്ന് തോന്നുന്നു. പീക്കൊക്കെ കുറേ നാളായിട്ട് ഓടുവന്ന് എനിക്ക് തോന്നുന്നു. ഇവർ റാം കുറച്ചെന്ന് തോന്നുന്നു. എന്തോ പറ്റിയിട്ടുണ്ട് പീക്കയ്ക്ക്, മൊത്തത്തിൽ പോയി. പീക്ക ഇപ്പം നശിച്ച് മൊത്തം പോയി. ഡേറ്റ റിക്വയർ വയൽ ലോഡിങ് പെർമിഷൻ ഡേറ്റ പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ. ഇതെന്താണ് ഗൈസ് ഇങ്ങനെ? ഇതെന്താണ്? ബെഡ് വാർ കളിക്കുമ്പോൾ മാത്രം ഇതിന് ഇത്ര പ്രശ്നം? ഗൈസ്, ബെഡ് വാർ എന്താണ് ഇങ്ങനെ ഗൈസ്? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് പോയി ഫേക്ക് പിക്സൽ എന്ന് പറഞ്ഞ സെർവറുണ്ട് ഗൈസ്. ഹൈ പിക്സലിൻ്റെ കൂട്ട് വേറൊരു സെർവറുണ്ട് ഗൈസ്, ഫേക്ക് പിക്സൽ. അതിൻ്റെ IP ആണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് ഇതിലെന്തായാലും കയറാം. mc.fakepixel.me ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ IP. നേരത്തെ GA എന്നായിരുന്നില്ല, ലാസ്റ്റ് MA മാറ്റിയിട്ട്. ഇത് കണക്റ്റഡ് ഫ്രം അതർ ലൊക്കേഷനോ? ഇതെന്തുവാ ഇത്? മൊത്തത്തിൽ എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? മൊത്തത്തിൽ എന്തോ സെർവറിനെല്ലാം പറ്റിയിട്ട് കയറി ഗൈസ്. നമുക്കെന്നാ ഫേക്ക് പിക്സലേലും കളിക്കാം ഗൈസ്. അല്ലാതെ എന്ത് ചെയ്യും? പീക്ക എറേഡ് ടൈറ്റിൽ അല്ലാതെ പിന്നെ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് എന്തായാലും ഇതിനകത്ത് കളിക്കുവാണെങ്കിൽ സോളോയെ കളിക്കാൻ പറ്റും ഗൈസ്, കാരണം അത്രയ്ക്കുള്ള പ്ലെയേഴ്സൊക്കെ ഉള്ളൂ. ഇതിനകത്ത് സോളോ കളിക്കാം ഗൈസ്. അത്യാവശ്യം നല്ലൊരു സെർവറാണ്, പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, ലാഗൊന്നുമില്ല. അത്യാവശ്യം നല്ല മാപ്പൊക്കെ ഉണ്ട്, വെറൈറ്റി. ഇത് 4 പേരേ ഉള്ളൂ. അതിനകത്തൊന്നും ലെഫ്റ്റ് ആവുന്നു. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇതിലും നല്ലതല്ലേ വെള്ളി പോയി കയറുന്നതായിരുന്നു.
ഗൈസ് അവൻ മിക്കവാറും ജോയിൻ ചെയ്യും ഗൈസ്. കുക്കു 28 മിക്കവാറും ഫേക്ക് പിക്സൽ ലോഗിൻ ചെയ്യും ഗൈസ്. അവൻ ജോയിൻ ആവണം ഗൈസ്, ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? അവൻ ജോയിൻ ആവും ഗൈസ്. ഇപ്പോൾ കളി തുടങ്ങും ഗൈസ്. ഇനി അവന് പറ്റില്ല ഗൈസ്. നമ്മളൂടെ കളിക്കാൻ വന്നായിരുന്നു, ഇനി അവന് പറ്റില്ല ഗൈസ്. എന്തായാലും ഒരു മാച്ച് അവൻ്റെ കൂടെ ഇന്ന് കളിക്കുന്നുണ്ടാവും ഗൈസ്. എന്തായാലും ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലോ എപ്പോഴേലും ഒരു മാച്ച് ഉണ്ടായിരിക്കും ഗൈസ്. നമ്മൾ ഇടുന്നതായിരിക്കും. പ്രോ സ്ട്രീമിംഗ് ഒന്നും അലോഡല്ല ഗൈസ്, ബാൻ കിട്ടും. ഓ ഗൈസ്, ഞാൻ ടെക്സ്റ്റ് പാക്ക് ഇട്ടില്ല ഗൈസ്. ചെറിയൊരു പ്രശ്നം, ഞാൻ എൻ്റെ CPVPയുടെ പാക്കൊക്കെ എടുത്തിട്ടേക്കാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പാക്കൊക്കെ ഇട്ടിട്ട് പവറാക്കി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ബെഡൊന്ന് സെറ്റ് ചെയ്യാം. ഇതെന്താണ് ഗൈസ്? ബെഡൊക്കെ ഇപ്പോഴേ ആൾക്കാർ പൊട്ടി, ഭയങ്കര ഫാസ്റ്റായിരുന്നല്ലോ. ഇത് ഞാനിപ്പോൾ എങ്ങോട്ട് പ്ലഗ് ചെയ്തു? അങ്ങോട്ട് ചെയ്യാം. റെഡ് അവൻ്റെ അടുത്തോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗൈസ് കീബോർഡിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക, കാരണം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയ ശബ്ദങ്ങളൊക്കെയാണ് ഗൈസ്. പക്ഷേ ഞാൻ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നല്ലോണം ശബ്ദം കേൾക്കും ഗൈസ്. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഞാൻ മിക്കവാറും ഇപ്പോൾ ലാഗ് അടിച്ച് ഗൈസ്. ഇതെന്തുവാണ് ഇങ്ങനെ ലാഗ് അടിക്കുന്നത്? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. ഭയങ്കര പിങ്, ചുമ്മാ അല്ല. പക്ഷേ എല്ലാ സെർവറും ഒരുമാതിരി ബെഡ് വാർ മിക്കവാറും പോകും ഗൈസ്. ബെഡ് വാറിൻ്റെയൊക്കെ പണി കഴിയാറായി, കാരണം സെർവറൊന്നുമില്ല. ഹൈ പിക്സലിലാണെങ്കിൽ പിന്നെ പറയണ്ട, ലാഗ് പിന്നെ ഒട്ടുമില്ല. FTT ഒക്കെ ബെഡ് വാർ ഇപ്പം ഹൈ പിക്സലൊന്നും കളിക്കത്തില്ല ഗൈസ്, കാരണം ഒട്ടും ലാഗില്ലല്ലോ ഗൈസ്. ഇതെന്താ ഇങ്ങനെ? ഇതെന്തുവാ? ഞാനെന്തേലും ചെയ്തിട്ടാന്നോ ഇത്ര ലാഗ് അടിക്കുന്നത്? അവൻ്റെ ബെഡൊക്കെ ഇപ്പോൾ സുഖമായിട്ട് എടുക്കാം, അവനോട് ചുമ്മാ നിൽക്കുക. ഒരു ഫയർ ബോൾ ഉണ്ടാക്കി എനിക്ക് ചാടിപ്പോയി പൊട്ടിക്കായിരുന്നു. 2 എണ്ണം വേണം. പക്ഷെ ഗൈസ് നമുക്കൊരു ഫയർ ബോൾ എന്തായാലും മേടിക്കാം. അയ്യോ, ഫയർ ബോൾ മേടിക്കാനുള്ള പൈസ കയറും. കിട്ടി ഗൈസ്. ഈ സെർവർ ഇപ്പോൾ ലാഗ് അടിക്കുന്നത് എന്തുവാ? ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഇത്ര ലാഗ്. എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല പിങ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ വീട്ടിലെ വൈഫൈയുടെ സംഭവം ഇരിക്കുന്ന അങ്ങേയറ്റം, ഞാനിരിക്കുന്നത് ഇങ്ങേയറ്റം. അതാണ് ഇങ്ങനെ അടിക്കാനുള്ള കാരണം. ഞാൻ TNT ജമ്പ് ചെയ്താലോ? അടിപൊളി, സൂപ്പർ. ഇപ്പം അവൻ അറിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇനി അവന് പണിയാൻ വരുവാണ്. ഈ സെർവർ TNT ജമ്പ് ഒന്നും പറ്റത്തില്ലേ? TNT വരെ ലാഗ് അടിക്കുവാണല്ലോ ഗൈസ്. നമുക്ക് നോർമലായിട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകാതായിരിക്കുന്ന ഗൈസ്. അവനറിഞ്ഞ് ഗൈസ്. ഇതെന്തുവാ ഇത്? എനിക്കെന്ത് ഇത്ര ലാഗ്? ഞാൻ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചേക്കുമല്ലേ. പക്ഷേ അതെന്തുവാണിത് ഗൈസ്? അവനിപ്പോൾ കയറി നമ്മുടെ ബേസിൽ വരും. ഇതെന്തോ ലാഗാ, എനിക്ക് പിങ്. എന്നെ പുറമോട്ട് ബെഡ് പൊട്ടി. ആരറിഞ്ഞ്? ഞാൻ അറിഞ്ഞ പോലും ഇല്ലല്ലോ. ഇപ്പോഴില്ല. വാടാ, നീ വാ, നിന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. ആരത്? ആരാ പൊട്ടിച്ചേ? റെഡോ? ആ റെഡാണ് ഗൈസ്. അവൻ എന്താടാ നിനക്ക് പ്രശ്നം? നീ വാടാ, ഇങ്ങോട്ട് വാ.
നീ എന്തിനാ അവിടെ പോയി കിടന്ന് കളിക്കുന്നേ? ഞാൻ ഇവിടെ ഇല്ലേ, ഇങ്ങോട്ട് വാ. പക്ഷെ അത് നമ്മൾ കണ്ടില്ല ഗൈസ്. അല്ലെങ്കിൽ അവനിട്ട് കൊടുക്കായിരുന്നു. പക്ഷെ അവൻ്റെ ബെഡും പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച്. വാടാ ഇങ്ങോട്ട്. നീ എവിടാ പോയി കിടക്കുക? പക്ഷേ ഞാൻ അറിഞ്ഞില്ല അത്. ഇനി ആരൊക്കെയാ ഉള്ളത്? എല്ലാവരും തീർന്നോ? ഇനി ഒരു റെഡോ? ഗൈസ് വെയിറ്റ്, ഇപ്പം എത്ര പേര്? ഗൈസ് ഇങ്ങനൊരു വൈറ്റ് ബെഡ് ഉണ്ടോ ഇല്ലെന്നാണ് ഇത്. എന്തോ ഇത്? ബെഡൊക്കെ കുറേ പേര് പൊട്ടി ഗൈസ്. ഇനി ഞാനും ആ റെഡും പിന്നെ വൈറ്റും കൊണ്ടുവന്നു. അവന് ബെഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വൈറ്റിന്. അപ്പം റെഡിനെ എടുക്കണം ഗൈസ്. റെഡിനെ പെട്ടെന്ന് എടുക്കണം. റെഡിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും വൈറ്റും. വൈറ്റിൻ്റെ ബെഡ് പൊട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്തേലും ചെയ്യേണ്ടി വരും. വൈറ്റ് ദോ വൈറ്റ്. ഇവൻ്റെ ബെഡ് എടുത്തെന്നാണോ ഈ സൈഡിൽ കാണിക്കുന്നത്? എടുത്തില്ലെന്നാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ആ വൈറ്റിന് കൂടി നമ്മൾ അടിച്ചിട്ട് നോക്കാം. എങ്ങാനും ഒരു ലോട്ടറി കിട്ടിയാലോ. ഒരു ഫയർ ബോൾ മേടിച്ചിട്ടാണ് അവനെങ്ങാനും ഒന്ന്. അവനിനി ബെഡ് ഇല്ലെന്നാണെങ്കിലോ സൈഡിൽ കാണിക്കുന്നത്. പക്ഷെ അവന് മാത്രം ആ പച്ച 3 കുത്തുള്ളത്. അവനും ഡൗട്ടാന്ന് തോന്നുന്നു സെർവറിന്. അവനിപ്പോഴും ഈ സെർവറിന് ഉണ്ടോയെന്ന് തന്നെ സെർവറിന് ഡൗട്ടാണ്. അതിപ്പോൾ എന്നെയും സെർവറിന് ഡൗട്ടാണ്. അയ്യോ ലാഗ്. ഞാൻ ടൈറ്റിൽ ഇടാൻ പോവാണ് ഗൈസ്. ലാഗസ്റ്റ് ബെഡ് വാർ എവർ. ഡാരിയും ബെസ്റ്റ് ടൈറ്റിൽ ഗൈസ്. ലാഗ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഗൈസ്. നമ്മളെന്തായാലും ഈ കളി ജയിക്കും ഗൈസ്. ജയിക്കാൻ ചാൻസ് ഇല്ല. ജയിച്ചില്ലേലും കുഴപ്പമില്ല ഗൈസ്. ഞാൻ ഇത്രയും കളിച്ചിരുന്നു. അവൻ്റെ ഒരുത്തൻ്റെ ബെഡും എടുത്ത്. ആ റെഡ് അവിടെ ഗൈസ്. മുമ്പേ ഞാൻ ഈ മോനെ റെഡേ വന്നേ. റെഡ് ചത്തോ? റെഡ് ചത്ത്. ഫൈനൽ കില്ല്. അപ്പോൾ ആര് ജയിച്ച്? വൈറ്റിനെ ഞാൻ ജയിപ്പിച്ച് വിട്ടു ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. റെഡ് കാരണമാണ് നമ്മൾ തോക്കാൻ പോയത് ആണല്ലോ. അപ്പോൾ റെഡ് അങ്ങനെ ഇപ്പോൾ ജയിക്കേണ്ടത്. സിമ്പിൾ. ഈ കളിയിൽ കുറച്ചുകൂടെ ആൾക്കാരുണ്ട് ഗൈസ്. അല്ല, മുമ്പേ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. VIP ഒക്കെ ഉണ്ട് ഗൈസ്. PKക്കാളും എനിക്ക് അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു. PK ഈ എപ്പോഴും റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമോ സെർവർ. അതാ ഞാൻ പറഞ്ഞത്. PKക്ക് എന്തോ റാമിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതാ ഇങ്ങനെ ലോബി മാത്രം റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ വരുന്നത്. അത്രയും പോലും താങ്ങാനുള്ള ഇതില്ല ഹോസ്റ്റിന്. എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഈ കളി നമ്മൾ മാക്സിമം നോക്കി. കഴിഞ്ഞ കളി നമ്മൾ ജയിച്ച പോലാണ് ഗൈസ്. കാരണം റെഡിൻ്റെയും ബെഡ് എടുത്തു, റെഡിൻ്റെ ഫൈനൽ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് ലാഗ് ഉണ്ടായിട്ട്. അല്ലെങ്കിൽ എത്ര തവണ അവൻ്റെ ബേസിൽ പോയി എനിക്ക് അവനെ എടുക്കാമായിരുന്നു. ഞാൻ ഈ ലാഗ് അടിച്ചിട്ട് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ താഴെ പോവുക. ഞാൻ എന്തോ ചെയ്യാൻ? ഇതുപോലും തുറക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യും? ഇവന്മാരൊക്കെ സ്പീഡ് ബ്രിഡ്ജറാന്ന് തോന്നുന്നു. ഞാൻ സ്പീഡ് ബ്രിഡ്ജ് ചെയ്താൽ ഞാൻ തറ കിടക്കും. കാരണം എനിക്ക് ലാഗാണ്. നമുക്ക് എന്നത്തെ പോലെ തന്നെ 6 അടുത്താളാ പൊട്ടുന്നത്. എനിക്ക് പേടിയാണ്. എടാ ഗ്രീൻ ഇങ്ങോട്ടുള്ള ശ്രമം നടത്തിയടാ. അപ്പം നമുക്ക് റെഡിനെ വിടാം. നമ്മൾ മുമ്പേ ബ്ലൂ അല്ലായിരുന്നു, ഇപ്പോഴും ബ്ലൂ. എനിക്ക് ബ്ലൂ ഇഷ്ടമല്ല. എനിക്ക് വല്ല മഞ്ഞ പച്ച തന്നെ കിട്ടിയത്. കാരണം ബ്ലൂവിനെ റെഡിനെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ബെഡ് വാറിൽ. എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. എടാ പൊട്ടിയോ ബെഡ്? അതെങ്ങനാ? എടാ ഞാൻ അവിടെ നിൽക്കുമല്ലായിരുന്നോ? എടാ അതെന്തുവാ? അവൻ മരത്തിനകത്തൊക്കെ കയറി പോന്നു എന്നിട്ട് അടിക്കുന്നു. അയ്യേ അതെന്തുവാടേ? അതെന്തുവാ കളിയാ? അത് എനിക്കിഷ്ടപ്പെട്ടില്ല.
ഗൈസ് നിങ്ങളത് കണ്ടായിരുന്നു? അത് അവൻ അകത്തോട്ട് കയറി പോവാ മരത്തിൻ്റെ. ആ എങ്ങനാ അവന് ലാഗാണോ ഫുള്ള്? ഷേ അത് കൊള്ളത്തില്ല ഗൈസ്, അത് പന്നക്കളി. എനിക്ക് പിങ്ങാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഗൈസ് എന്തെങ്കിലുമൊക്കെ നടക്കും ഗൈസ്. ഇവൻ കൊള്ളാം കേട്ടോ. അക്വയാണോ? അക്വയുടെ ഈ ബെഡ് പൊട്ടാത്തവരുടെ ഗൈസ് ഈ 3 കുത്ത് വെച്ചേക്കുന്നത്. ബാക്കി ബെഡ് പൊട്ടിയവരുടെയാണ്. ഇവൻ എന്താ ഇവൻ കൊള്ളാം ഗൈസ്. ഗൈസ് അവനെങ്ങനെ ഇതെന്തുവാ? വെയിറ്റ്, ഇതെങ്ങനെയാണ് ഇവനിങ്ങനെ? ഗൈസ് നമുക്കിത് പൊട്ടിക്കാം ഗൈസ്. പറ്റത്തില്ല, ഞാൻ സ്പെക്ടേറ്ററിലാണ് ഗൈസ്. നമുക്ക് ഇവൻ്റെ ഗെയിം പ്ലേ നോക്കാം ഗൈസ്. കാരണം ഒരു 1v1 കളിക്കാൻ പറ്റും. എന്താവുന്നുണ്ട് 1v1 കളിക്കാൻ ഒരു സെർവർ ഉണ്ടോ? ലെവലിലുണ്ട്, പക്ഷെ അവിടെ ഒരു ആൾക്കാർ പോലും ഇല്ല. മൊത്തം ലാഗടിച്ചിരിക്കുക. അവൻ എന്ത് ചെയ്യേ? കുക്കു 28. ഗൈസ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. മറ്റൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മൾക്ക് ഇന്ന് കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുള്ളൂ, കാരണം മൊത്തം ലാഗാണ്. എന്തോ ഇഷ്യൂ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തിൽ ലാഗ് അടിച്ച്, സെർവർ ലാഗ്, ഞാൻ ലാഗ് അടിക്കുന്നു, ബ്ലോക്ക് ഇടുമ്പോൾ എല്ലാം ലാഗാണ് ഗൈസ്. അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.